അങ്ങനെ ഞാൻ ആ ക്യാമ്പസിലേക്ക് അങ്ങ് കയറി. പടച്ചോനെ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ നിങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്നത് സത്യം കേട്ടോ. ഇതെന്താണ് ഇപ്പോൾ, ഇതൊരു കൊട്ടാരാണോ അതോ ക്യാമ്പസാണോ? എനിക്കൊരു ചെറിയ കൊട്ടാരം പോലെ. ഇതിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ ഇതിൻ്റെ അകത്ത് നടുമുറ്റം, വെയിലും കാറ്റും മഴയും എല്ലാം അങ്ങനെ നമുക്ക് ഈ ക്യാമ്പസിൻ്റെ അകത്ത് ആസ്വദിക്കാൻ പറ്റും. ഇത് ഹിന്ദുസിൻ്റെ വാസ്തു ബേസ് ചെയ്ത് ഉണ്ടാക്കിയ പോലെ എനിക്ക് തോന്നുകയാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഈ സാറന്മാരെ എനിക്കറിയാം. ഇവർ എൻ്റെ ഗസ്റ്റ് ഹൗസിൽ വന്നിരുന്നു. നിങ്ങൾ വരികയാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. അകത്തിൽ വരണമെങ്കിൽ നമുക്കൊരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്, അവിടെ താമസിക്കാം കേട്ടോ. എൻ്റെ കോൺടാക്ട് നമ്പർ ഇതാ കേട്ടോ. അപ്പോൾ ഇത് വാസ്തു ബേസ് ചെയ്ത് ഉണ്ടാക്കിയ പോലെ തോന്നുകയാണ്. ശരിയാണെങ്കിൽ പറയുക, അല്ലെങ്കിൽ തെറ്റാണെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. ആ വാസ്തുവിലെ മതപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷേ ആ ഒരു വാസ്തു ബേസ് ചെയ്ത് ഉണ്ടാക്കുന്ന എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സത്യം, അതിൽ ഭയങ്കര സന്തോഷം കിട്ടുന്നുണ്ട്, പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നു, എന്തൊക്കെയാണ്. പക്ഷേ അതിൻ്റെ മതപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് എനിക്കറിയത്തില്ല. പക്ഷെ അതിലെന്തൊക്കെയുണ്ട്. അതിലത്തെ സയൻസ് നമുക്ക് ഫോളോ ചെയ്യാമല്ലോ. നല്ല വെളിച്ചം കിടക്കുന്ന കൂട്ടത്തിലാണ് ഉണ്ടാക്കുന്നത്. റൂഫ് നോക്ക് നടുമുറ്റം. അപാര സംഭവമല്ലേ മോനെ. ഇവിടെ നിന്ന് പാട്ടും ഡാൻസും കൂത്തൊക്കെ ആയിരിക്കും. മേ ബി രസമായിരിക്കും കേട്ടോ. പിന്നെ മുകളിൽ കയറുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഏരിയ കാണുന്നു. ഇവിടെ ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട്. ഇവിടെ കാട് പിടിച്ച് കിടക്കാൻ ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമ്മുടെ ദ്വീപിൽ വളർന്ന കുറേ ചെടി നട്ടാൽ ഭംഗിയുണ്ടാവും. പിന്നെ ഉണ്ടല്ലോ, ഇത് മുകളിൽ കയറിയിട്ട് ഈ സൈഡിലായിട്ട് ഒരു ബാൽക്കണി ഉണ്ട് കേട്ടോ. ഇവിടെ ഈ കാണുന്ന ബാൽക്കണി ഫേസ് ചെയ്യുന്നത് ബീച്ചിലേക്ക്. താഴത്തെ ഒരു റോഡാണ്. ആ റോഡ് കൂടി നമ്മൾ മൊഞ്ചത്തിമാർ വരും. അപ്പം ഇവിടെ നിന്ന് ചൂടടിച്ചിട്ടുണ്ടാവും മേ ബി. ഇതുണ്ടല്ലോ താഴത്തേക്ക് ഇറങ്ങി ഇത് മെയിൻ ഡോറാണ്, പ്രിൻസിപ്പാളിൻ്റെ റൂമാണ്. മെയിൻ ഗേറ്റിൻ്റെ റോഡ് ഫേസ് ചെയ്യുന്നത് ഈ പറഞ്ഞ ബീച്ചിലേക്ക് തന്നെയാണ്. ഒരുപാട് ഇഷ്ടപ്പെട്ടു സത്യസന്ധമായിട്ട് ഞാൻ പറയാം. മാഷാ അല്ലാഹ്, ഇവിടെ പഠിക്കുന്ന കുട്ടികൾ ഭാഗ്യമുള്ള കുട്ടികളാണ്. എൻ്റെ PG കഴിഞ്ഞത് മദ്രാസ് ക്രിസ്ത്യൻ കോളേജായിരുന്നു. ഊപ്പർ കോളേജായിരുന്നു. ബ്രിട്ടീഷുകാരുണ്ടാക്കിയ നല്ല ഭംഗിയുള്ള ബിൽഡിങ്സാണ്. ഇതുവരെയായിട്ട് ഒരു വിള്ളൽ പോലും വന്നിട്ടില്ല. അതുമാത്രമല്ല, നല്ല അടിപൊളി ക്യാമ്പസാണ്. മാനുകളും പിന്നെ അതേപോലെ മയിലും വരെ ക്യാമ്പസിൻ്റെ പരിസരത്ത് വരുന്നുണ്ട്. നിറയെ മരങ്ങളാണ്, നല്ല ആകാശം മൂടിയ മരങ്ങൾ. ഈ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, നന്നായിട്ടുണ്ട്. ദ്വീപിൽ കലാകാരന്മാരുണ്ട് എന്നുള്ള തെളിവാണ്. പല കൺട്രിയുടെ ലൊക്കാലിറ്റി ഇങ്ങനെ ആരോയിൽ വച്ചിരിക്കുകയാണ്. നല്ല ഒരു ആർട്ടിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നല്ല കലാകാരന്മാരൊക്കെ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. പക്ഷെ എന്തൊക്കെയായാലും മദ്രാസ് ക്രിസ്ത്യൻ കോളേജ് പോലെ തന്നെ എന്താണെന്നറിയില്ല, എന്തോ ഒരു ഭയങ്കര ഇഷ്ടം. ഇപ്പോൾ നമ്മൾ ടെൻഷനൊക്കെ അടിക്കുമ്പോൾ ഈ ബീച്ചിൽ വന്നിരുന്ന കുറച്ച് കാറ്റ് കൊണ്ട് നമ്മൾ ടെൻഷനൊക്കെ മാറിപ്പോകുന്നു ഞാൻ വിചാരിക്കുന്നു. കരളിനോട് സംസാരിച്ചത് ഇവിടെ ഇരുന്നിട്ടായിരിക്കും. ചങ്ങാതിമാരെല്ലാം ഒരുമിച്ചിരുന്ന് കഥ പറഞ്ഞ് കത്തിയടിച്ച് അങ്ങനെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്ത് ഇവിടെ ആയിരിക്കും. നല്ല നല്ല കോഴ്സുകളുണ്ട്, ടൂറിസം റിലേറ്റഡായിട്ടുള്ള കോഴ്സുകളൊക്കെ ഉണ്ട്. ഞങ്ങളിപ്പോൾ തെക്കോട്ട് പോവാണ്. അടുത്ത വീഡിയോ അതായിരിക്കും.